എനിക്കറിയില്ല. ഞാൻ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു. മലയാളികളെ മറക്കണ്ടേ ചേട്ടാ, മലയാളികളെ മറക്കണ്ടേ. പക്ഷെ അവിടെ ഭയങ്കര രസമാണ്. അത് ഭയങ്കര, കാരണം അവര് എന്താ പറയില്ല, അത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി പോകുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാ അർത്ഥത്തിലും. ശരി, ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെയാണ് ഈ സാധാരണ നോർമലി ഫസ്റ്റ് പാട്ട് 2 വർഷം 3 വർഷം കഴിഞ്ഞ് ചിലരാണ് സെക്കൻഡ് പാട്ട് തുടങ്ങാറ്. പെട്ടെന്ന് ഓൾറെഡി പ്ലാനിലുണ്ടായിരുന്നു. ഞാനത് ആദ്യം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഒരു എഡിറ്റിംഗ് സമയത്ത് തന്നെ ഞാൻ ഈ ജോണറിൽ ഒരു 2 പടം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ ആ 2 പടങ്ങളുടെ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുള്ളതാണ്. അത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരുവിധപ്പെട്ട കാസ്റ്റിങ്ങും ഒരുവിധപ്പെട്ട ഒരു 2 ഡ്രാഫ്റ്റൊക്കെ എഴുതിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. അത് മാത്രമല്ല, ആ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ പടവും ഇഷ്ടപ്പെടാൻ ഞാൻ. ഒരുപാട് പേർക്ക് പണി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു പടമായിരിക്കും. അത് ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് വേറെ കഥാപാത്രങ്ങൾ, വേറെ കഥ, വേറെ ഒന്നുമില്ല. പണി ഞാൻ പറഞ്ഞില്ലേ, പണി എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ നിന്ന് അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ എടുക്കുന്നുണ്ട്. ആ സിനിമ, ആ ഒരു ജോണർ, പണിയുടെ സിനിമയുടെ ഒരു ജോണറുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താണോ സിനിമ കണ്ടപ്പോൾ തോന്നിയ അങ്ങനത്തെ ആ ജോണറിലാണ് എൻ്റെ 2 സിനിമകൾ അടുത്തത് വരുന്നത്. അത് ഞാൻ ബാക്ക് ടു ബാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അടുത്തൊരു കണ്ടിന്യൂസ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആ 2 പടങ്ങൾ ആ 3ഉണ്ട്. ആ 3ലേക്ക് ഓൾമോസ്റ്റ് കാസ്റ്റിംഗ് പരിപാടികളൊക്കെ നമ്മൾ ഞാനിങ്ങനെ ഹാൻഡ് ഫിറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് കണ്ടുമുട്ടുന്ന ആളുകൾ കാസ്റ്റിങ്ങുകളുണ്ട്. എനിക്ക് രൂപങ്ങൾ ഭയങ്കര ആവശ്യമാണ്. അതൊക്കെ ഒരു ഒരുവിധപ്പെട്ട രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആളേ ഇല്ല, ഒന്നുമില്ല. അത് ആ ഒരു ജോണർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്തത്. സിനിമ കഴിഞ്ഞ സിനിമയുടെ ഒരു കഥാപാത്രങ്ങളെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞു. ഞാൻ എൻ്റെ അഭിനയത്തിൻ്റെ പരിപാടി കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചേർന്നു. ഇതോ ഒന്നും ഞാൻ പറയാൻ പാടില്ല. മഴ കഴിഞ്ഞല്ലേ അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ്, നല്ല രസമുള്ള പടമാണ്. അതായത് അത് അദ്ദേഹം വേറൊരാളുടെ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ അത്ര ഷുവർട്ടില്ലാത്ത പടം ചെയ്യും. അദ്ദേഹം സ്വന്തമായിട്ട് എഴുതി വലിയ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം അത് വേറൊരാളുടെ ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ പുള്ളിക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതും ആ സിനിമയ്ക്ക് വളരെ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ സിനിമ എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും കൂടെ ഞാൻ ചെയ്യുന്നത് ഒരു രസമുള്ള ഒരു കാര്യമാണ്. കാസ്റ്റിംഗൊക്കെ ഭയങ്കര രസമുള്ള പടമാണ്. സാധാരണ ആക്ടിങ്ങും ഡയറക്ഷനും പുറമെ എല്ലാവരും ഡയറക്ഷൻ ഭയങ്കര പ്രഷർ പരിപാടിയാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞാൽ ഫസ്റ്റത്തെ പണി കഴിഞ്ഞിട്ട് സഡൻലി തന്നെ സെക്കൻഡിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ എന്താണ് ഒരു ആക്ടിനായിട്ട് കൂടുതൽ ഇപ്പോൾ താല്പര്യം ഡയറക്ഷനിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്? അഭിനയമാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇതൊക്കെ നടക്കുന്നതല്ലേ, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത പരിപാടികളൊന്നുമല്ല. അങ്ങനെ ഒരു കഥ വരുന്നു, കഥ കിട്ടുന്നു, അപ്പോൾ അത് ചെയ്യാമെന്ന് തോന്നുന്നു. സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ദൈവമായിട്ട് കൊണ്ടുവരുന്ന എല്ലാ അവസരങ്ങളെയും
നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് നടക്കുമോ നടക്കില്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. എല്ലാം ട്രൈ ചെയ്യാം. കിട്ടുന്ന അവിടെ ഏതൊരു കാര്യമുണ്ട്. അവസരം കിട്ടുന്നുണ്ട് ഗോളടിക്കാം. ഇപ്പൊ പുട്ടും കടല കഴിക്കാൻ പോവാ. ആരോഗ്യത്തിന്റെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.